ഇന്നലെ നമ്മുടെ സർവീസ് സെൻ്ററിൽ ഒരു സംഭവം ഉണ്ടായി. ഒരു കസ്റ്റമർ ഫോൺ റിപ്പയറിന് വന്നതാണ്. അപ്പോൾ ആൾ ഡിസ്പ്ലേ പൊട്ടിയതാണ്. അപ്പോൾ നമ്മൾ എസ്റ്റിമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തു. കസ്റ്റമർ പോകാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞു, നിങ്ങൾ കുറച്ച് കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് അത് പോയി ഇത് പോയി എന്നൊന്നും പറയാൻ പാടില്ല. അപ്പോൾ ഞാൻ ചോദിച്ചു അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു, മുന്നേ ഞാനൊരു സർവീസ് സെൻ്ററിൽ എൻ്റെ ഫോൺ കംപ്ലൈൻ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് അവർ ആദ്യം ഒരു റേറ്റ് പറഞ്ഞു, പിന്നെ വിളിച്ചിട്ട് വീണ്ടും ഒരു റേറ്റ് പറഞ്ഞു, പിന്നെ വീണ്ടും ഒരു റേറ്റ് പറഞ്ഞു, അങ്ങനെ 3 പ്രൈസ് പറഞ്ഞു, അങ്ങനെ ഹൈ ആയി പ്രൈസ്. അപ്പോൾ ഇങ്ങനെ പറയരുത് എന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്ന് പറഞ്ഞു ഞങ്ങളോട്. അപ്പോൾ ഞാൻ പറഞ്ഞു അതെന്ത് കംപ്ലയിൻറ്റിൽ ഞങ്ങൾ ഫോൺ കൊടുത്തതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു വാട്ടർ ഡാമേജ് ആണ്. അപ്പോൾ ഒരു ടെക്നീഷ്യന്മാർക്കും എസ്റ്റിമേഷൻ കൊടുക്കാൻ പറ്റാത്തൊരു കംപ്ലയിൻ്റാണ് ഈ വാട്ടർ ഡാമേജ്. കാരണം ഫോൺ കൈ കിട്ടി കണ്ട ഉടൻ തന്നെ പ്രൈസ് കൊടുക്കാൻ പറ്റില്ല. കാരണം ഓപ്പൺ ചെയ്ത് അതിൻ്റെ എല്ലാ സെക്ഷനും ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ എസ്റ്റിമേഷൻ കൊടുക്കാൻ പറ്റുള്ളൂ. കാരണം ഡിസ്പ്ലേ, ക്യാമറ, എല്ലാ സെക്ഷനും ചെക്ക് ചെയ്തിട്ട് എന്തൊക്കെ കമ്പോണൻസ് ഇതിൽ ഡാമേജ് ആയിട്ടുണ്ടെന്ന് നോക്കിയാൽ മാത്രമേ ടെക്നീഷ്യൻ മനസ്സിലാവുള്ളൂ. അപ്പം ഇത്തരം കേസുകളിൽ നമുക്ക് ഫോൺ കൈ കിട്ടിയ ഉടൻ തന്നെ നമുക്ക് പറയാൻ പറ്റാത്തൊരു കാര്യമുണ്ട്. അപ്പം അത് ഏതൊക്കെ കംപ്ലയിൻ്റ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ഡാമേജ്, വാട്ടർ ഡാമേജ്, പിന്നെ ഡെഡ് ഫോണുകൾ, പിന്നെ ഡിസ്പ്ലേ, അങ്ങനെ സ്പീക്കർ, ഇതിനൊക്കെ ഫിക്സ്ഡ് റേറ്റ് എന്തായാലും നിങ്ങൾക്ക് ആദ്യമേ തരും. അപ്പം ഇതൊന്നും നിങ്ങൾ മൈൻഡിൽ വെക്കുക.